ഡയാലിസിന് ഇക്രയിൽ കിട്ടിയത് പുലർച്ചെ 1:30 മുതൽ 5 മണി വരെയാ. കൂടെ പോരാൻ ആളില്ല. ഒരുപാട് ആൾക്കാരെ വിളിച്ചു നോക്കി, മക്കൾക്ക് മതിയായി. കുടുംബത്തിലെ പലരും സഹായിച്ചു. ഇന്നേക്ക് 7 മാസമായി. കിട്ടിയ സമയം പുലർച്ചെ 1:30 മുതൽ 5 മണി വരെ. തീർന്നു പവർ. ഒരൊറ്റ ആഴ്ച പോയാൽ മതി. ബാത്റൂമിൽ പോകുമ്പോൾ ഒരൊറ്റ ബ്ലഡിന്റെ തുള്ളി കണ്ടാൽ മതി. ഒരായുസ് കൊണ്ട് സമ്പാദിച്ചതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പടച്ചം കൊണ്ടുപോകും. നമ്മൾ പറയലില്ലേ, ഒരു മനുഷ്യന്റെ കിഡ്നി മാറ്റിവെക്കാനാണ്, അല്ലെങ്കിൽ ഡയാലിസിന്റെ വിഷ്യന്റെ ഉപയോഗം എന്താ? അവന്റെ രക്തമെടുത്തിട്ട് ശുദ്ധീകരിച്ച് വേറെ ഞരമ്പ് കൂടെ ശരീരത്തിൽ കയറ്റും. ആ സാധന പടച്ചോൻ തന്ന ഉള്ളിലത്തെ കിഡ്നി. ആ കിഡ്നി ഒരു ഡയാലിസിസ് മെഷീൻ 5 കൊല്ലം ഒരു വാറണ്ടി പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അതിൻ്റെ സർവീസിന് ഈടാക്കപ്പെടുന്നത് 50,000-ന്റെ മേലേക്കാണ്. ഞാൻ 42 വയസ്സായി. 42 കൊല്ലം ഈ കിഡ്നിക്ക് ഒരു മെയിൻ്റനൻസ് പടച്ചോനോട് വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഒരു സർവീസ് ചാർജ് പടച്ചോനോട് ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പടച്ചോൻ വേണം എന്നോട് വാശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണമെന്ന് മാത്രമേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചിലർ ചോദിക്കുന്ന കേടാകുന്നുണ്ടല്ലോ. ചിലത് റബ്ബിന്റെ പരീക്ഷണ. അത് അള്ളാഹു താല അവർക്ക് ആ വേദന കൊണ്ടും പരീക്ഷണം കൊണ്ടും ഓലെ പരലോകം ഹൈറാക്കും. പക്ഷെ ഇന്ന് നമ്മൾ വരുത്തി വെക്കുന്നതുണ്ട് ഫിത്തിന. അതറിയണേ. ഇപ്പൊ റോട്ടുമൊന്നും കൂടെ ഒന്നും നടന്നാൽ മതി. എൻ്റെ നാട്ടിൽ നിന്ന് നന്മണ്ടയിൽ നിന്ന് കോഴിക്കോട് സിറ്റി വരെ എനിക്ക് എത്താൻ എടുത്തത് 35 മിനിറ്റാ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൻ 3/4 മണിക്കൂറാ. എന്ത് കാരണം? കരിച്ചതും പൊരിച്ചതും വേട്ടാളനും പൊട്ടിത്തെറിച്ചതും തിന്നാൻ ക്യൂ നിൽക്കുക ഈ ജനത. കേരളത്തിലുള്ള 10ഓളം ആശുപത്രികളിൽ അതിൽ 3 കോഴിക്കോട് ജില്ലയിലേത് യൂറോപ്യൻ രാജ്യക്കാർ ഏറ്റെടുത്തു. അമേരിക്കൻ കമ്പനി. പേരുകേട്ട കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ 3 അരുതാലയങ്ങൾ, ആശുപത്രികൾ, മിംസ്, ബേബി, മൈത്ര, അമേരിക്കൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ വൈദ്യരംഗത്ത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂറോപ്യൻ കമ്പനി